ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ഹാക്കിംഗ് അഥവാ ഗൂഗിൾ ഡോർക്കിങ്ങിൻ്റെ ഒരു യൂസാണ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സെർച്ച് ഓപ്പറേഷൻസ്, നമുക്ക് അഡ്വാൻസ്ഡ് സെർച്ച് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്കൊരു സ്പെസിഫൈഡ് ഇൻഫർമേഷൻ ഒരു സ്പെസിഫൈഡ് സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള റിസൾട്ട് മാത്രം കാണാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഗൂഗിൾ ഡോർക്കിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഗൂഗിളിൽ പോയിട്ട് നമുക്ക് കേരള എന്നുള്ളതിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. കേരള എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. കേരള എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കേരളത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ വരും. അത് പല പല സൈറ്റിൽ നിന്നുള്ള പല പല റിസൾട്ട് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കൊരു തീസിസിനോ അല്ലെങ്കിൽ ഒരു റിസർച്ച് ടോപ്പിക്കൊക്കെയാണ് നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഡേറ്റ പല സൈറ്റിൽ നിന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എടുക്കാൻ. അപ്പം നമുക്കൊരു PDF ഡേറ്റ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിൽറ്റർ യൂസ് ചെയ്യാം. ഇതാണ് ഡോർക്കിംഗ് എന്ന് പറയുന്നത്. ഫിൽറ്റർ യൂസ് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്കിവിടെ ഒരു കീവേഡ് കൊടുക്കാം. ടൈപ്പ് എന്ന് കൊടുത്തിട്ട് ഒരു കോളൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ PDF എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഈ PDF റിസൾട്ടുകൾ മാത്രം ഇവിടെ കിട്ടും. കണ്ടോ, PDF. അപ്പോൾ എന്ത് ടോപ്പിക് നമ്മളിവിടെ ടോപ്പിക്കിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ടൈപ്പ് PDF എന്ന് കൊടുക്കുക. ഇപ്പോൾ ഈ ടോപ്പിക് ഇതാണ് ടോപ്പിക്ക്, കേരളത്തെ പറ്റിയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും പറ്റി, ഇപ്പോൾ C++നെ പറ്റിയാണെങ്കിലോ അല്ലെങ്കിൽ ജാവയെ പറ്റിയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ US പറ്റിയാണെങ്കിലോ അല്ലെങ്കിൽ സിംഗപ്പൂരിനെ പറ്റിയുള്ള ഡേറ്റ ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബയോടെക്നോളജിയെ പറ്റിയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫിൽറ്റർ കൊടുക്കുക. ടൈപ്പ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് കോളൻ PDF എന്ന് കൊടുത്താൽ ആ റിസൾട്ട് എല്ലാം നമുക്ക് കിട്ടുന്ന PDF-ലായിരിക്കും. നമുക്ക് തന്നെ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് PDF ഡേറ്റ ആയിരിക്കും ലോഡ് ആകുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് PDF-ലായിരിക്കും എല്ലാ ഡേറ്റയും വരുന്നത്. കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റിസൾട്ടും PDF-ലായിരിക്കും കാണിക്കുന്നത്. PDF ലോഡ് ആവുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട് PDF എന്ന്. ഇതുപോലെ നമുക്കിപ്പം ഒരുപാട് സൈറ്റിൽ നിന്നുള്ള PDF ഡേറ്റാസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിത് മാറ്റിയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ സൈറ്റിലുള്ള ഡേറ്റ മാത്രം കണ്ടാൽ മതി. ഈ PDF മാറ്റിയിട്ട് നമുക്ക് വിക്കിപീഡിയയിലുള്ള കേരളത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മാത്രം കണ്ടാൽ മതി. നമുക്ക് ഏത് ടോപ്പിക്കാണോ റിസൾട്ട് അറിയേണ്ടത് അതിവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് സൈറ്റ്, ഏത് സൈറ്റിൽ നിന്ന്, ഒരു സൈറ്റിൽ നിന്ന് മാത്രം മതിയെങ്കിൽ സൈറ്റ് എന്ന് കൊടുത്തിട്ട് ആ സൈറ്റിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ വിക്കിപീഡിയ ആണെങ്കിൽ wikipedia.com എന്ന് കൊടുക്കാം. അപ്പോൾ ഇനി കാണിക്കുന്നത് എന്തായിരിക്കും റിസൾട്ട്? കേരളത്തെ പറ്റിയുള്ള വിക്കിപീഡിയയിലുള്ള ഇൻഫർമേഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പല സൈറ്റിൽ നിന്നാണ്. അത് മാറ്റിയിട്ട് നമ്മളൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യാണ്. ഇവിടെ wikipedia.com മാത്രം കാണിച്ചാൽ മതി. അത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അതിന് നമുക്കിവിടെ സെർച്ച് കൊടുക്കുമ്പോഴത്തേക്കും എന്താ കാണിക്കും. കേട്ടോ, കേരള വിക്കിപീഡിയയുടെ റിസൾട്ട് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. വേറെ ഒരു റിസൾട്ടും വരുന്നില്ല. അപ്പോൾ ഇതിന് പറയുന്നതാണ് ഗൂഗിൾ ഡോർക്കിംഗ് അഥവാ ഗൂഗിൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒരു ഉപയോഗം മാത്രമാണ്. അതുപോലെ ഒരുപാട് യൂസ് ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഇപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് വെച്ച് നമുക്ക് സൈറ്റ്, അതുപോലെ ഇന്ന സൈറ്റിൽ നിന്ന് മാത്രം ഡേറ്റ മതിയെങ്കിൽ ഇത് എടുക്കാനായിട്ട് പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് സോ മച്ച്.